ഇതുവരെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഏഴിന്റെ പണിയുമായിട്ടൊക്കെ തുടങ്ങി നടത്തിയ എല്ലാ ഏഴിന്റെ പണികളും ഏഴിന്റെ ടാസ്കുകളും ടാസ്കുകളൊക്കെ നന്നായിട്ട് കൊളവാക്കി കൈ കൊടുത്തതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇന്ന് ഒരു അടിപൊളി ഒരു ടാസ്ക് ഈ പറയുന്ന എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ടീമായിട്ട് തിരിച്ചൊരു ഡിബേറ്റ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഡിബേറ്റ് ടാസ്ക് ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ആ ഡിബേറ്റ് ടാസ്ക് വന്നപ്പോഴും നല്ല രസമായിരുന്നു. അതിൽ സംസാരിക്കാൻ നല്ല കഴിവുള്ളവർ നന്നായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംസാരങ്ങൾ വന്ന സമയത്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഈ ഒരു ഡിബേറ്റ് ടാസ്ക് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ നടന്ന ആ ഒരു ബോട്ടിൽ ടാസ്കിനകത്തും ഇന്നത്തെ ആ ഒരു ഗെയിമും അവർ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ ടാസ്കും കൂടെ ക്യാൻസൽ ചെയ്തതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഇവരോട് തന്നെ ഒരു ടോപ്പിക് കൊടുത്തിട്ട് ഡിബേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ടോപ്പിക് എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ടാസ്കുകളെ കുറിച്ചാണ്. അതായത് ബിഗ് ബോസിന്റെ ടാസ്കുകൾ, ബിഗ് ബോസിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ, ആ ടാസ്കിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്ന രീതിയിൽ ഒരു ടീമും, എന്നാൽ ഈ ബിഗ് ബോസിന്റെ ടാസ്കിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ അതിനെതിരെ ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തി അതിന് ഓപ്പോസിറ്റ് കളിക്കുന്ന രീതിയിലേക്ക് ഒരു ടീമിനെ കൊണ്ടും സംസാരിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആര്യനൊക്കെ ബിഗ് ബോസിനെ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു ആ ഒരു ഡിബേറ്റിന്റെ ടോപ്പിക്കാണ് ആര്യനും നൂറയ്ക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആര്യൻ ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആര്യന്റെ റിവേഴ്സ് സൈക്കോളജി അവിടെ മിക്കവാറും നല്ല അടിപൊളിയായിട്ട് കത്തിക്കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ തിരിച്ച് നമ്മുടെ ആദില, അനീഷ്, ഷാനവാസ് ഇവരെല്ലാവരും കൂടെ എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ടാസ്കിനകത്ത് നമ്മൾ ലൂപ്പ് ഹോൾ കണ്ടെത്തി അതും അങ്ങനെ വേണം പെരുമാറാൻ, അങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് ഞാൻ ഗസ് ചെയ്തതാണ്, പ്രൊമോ വീഡിയോ മാത്രമേ വന്നിട്ടുള്ളൂ. പ്രൊമോ വീഡിയോയിൽ നിന്ന് ഞാൻ ഗസ് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിന്നി ഉൾപ്പെടെ എല്ലാവരും, ബിന്നിയുടെ ടീം എന്ന് പറയുന്നത് ബിഗ് ബോസിനെ അനുകൂലിച്ചു കൊണ്ടുള്ളതാണ്. അപ്പോൾ ടാസ്കിനെ അത് ടാസ്കായിട്ട് കണ്ട് അതിനകത്ത് ആ ഒരു ടാസ്ക് ലെറ്ററിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം എന്ന രീതിയിലാണ് ബിന്നിയുടെയും ആര്യൻ്റെയും ഒക്കെ നൂറയുടെയൊക്കെ ആ ഒരു ടീം സംസാരിക്കുന്നത്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആദിലെ അപ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ടാസ്ക് ലെറ്ററിനകത്തുള്ള ലൂപ്പ് ഹോള് മനസ്സിലാക്കാതെ അബദ്ധം പറ്റിയതായിട്ട് പറയുന്നുണ്ട്. ആ ആദിലയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ നൂറ നന്നായിട്ട് തിരിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആദിലയും നൂറയും തമ്മിലുള്ള ഒരു ഡിബേറ്റ് കൂടെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. സാധാരണ ഇങ്ങനൊരു ടാസ്കിലേക്കല്ല സാധാരണ ബിഗ് ബോസ് പോകാറുള്ളത്. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ് രാത്രിയൊക്കെ കൊടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് കുറച്ച് കാര്യമായിട്ട് നല്ല പോലെ ഒരു ഫൈറ്റ് ഉണ്ടാകാൻ വേണ്ടി തന്നെ ഒന്നും കൊടുക്കുന്നുണ്ട്. ഒനിയിലാണ് ആ ഒരു ടാസ്കിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റിന്റെ മോഡറേറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അവരത് എങ്ങനെ കാണുന്നു, എങ്ങനെയായിരിക്കും അവർ അതിനെ സംസാരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും ഈ ടാസ്ക് കുളമാക്കിയതിന്റെ പേരിൽ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതായത് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു മുട്ടൻ പണി തന്നെയാണ്. അതായത് ഈ പറയുന്ന ടാസ്കുകളൊക്കെ ബിഗ് ബോസ് കൊടുക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് തന്നെ ചിന്തിക്കാൻ ഒരു അവസരം കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചധികം തന്ത്രപരമായിട്ട് സംസാരിച്ച് ഫൈറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാതെ വെറുതെ ഒരു വലിയൊരു വഴക്കിലേക്ക് എന്തായാലും അത് പോകുന്നില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും പ്രൊമോയിൽ വരേണ്ടത്. പക്ഷേ പ്രൊമോയിൽ വലിയൊരു കയ്യാങ്കളിയോ വഴക്കോ ഒന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് ഇത് കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നു. ഇവരുടെയൊക്കെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം വെച്ചാലേ, ഇപ്പോൾ ജിസേൽ ഇത് ഈ ഒരു ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയല്ല, ജിസേലും ആര്യനും തമ്മിലുള്ള ഒരു സൗഹൃദം ഇനി ഈ ഗെയിമിൽ വരാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ജിസേലും ആര്യനും നന്നായിട്ട് ഗെയിം കളിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യൻ ഇപ്പോൾ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട്. മറ്റേത് ജിസേലിന്റെ അടിപ്പാവാട കഴുകിയും ജിസേലിന്റെ ഓരോ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്ത്, വെസൽ ക്ലീനിങ് ആണെങ്കിൽ അവിടെ, കക്കൂസ് ക്ലീനിങ് ആണെങ്കിൽ അവിടെ ജിസേലിന് വേണ്ടിയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് ആര്യൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ടാസ്കിൽ മാത്രമാണ് ആര്യൻ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് അതും ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷേ എനിവേ ജിസേലിനോടുള്ള ആര്യന്റെ സൗഹൃദം ഒക്കെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കെ തന്നെ ആര്യൻ കുറച്ചധികം നന്നായിട്ട് പെർഫോം ചെയ്തു തുടങ്ങിയിട്ടില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ആ ഒരു ടാസ്കിനകത്ത് ജ്യൂസ് ഒക്കെ എടുത്ത് ജയിലിലുള്ള നിവിനും അതുപോലെ ജിഷിനും കൊടുത്ത് ഒരു കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അതാണ്. നമുക്ക് നോക്കാം. ആര്യന് ഒരു കുറച്ച് ഫാൻ ബേസ് കൂടി വരുന്നുണ്ട്. ഈ ഒരു പ്രൊമോ കണ്ടപ്പോഴും എനിക്കും തോന്നിയൊരു കാര്യം, ആര്യൻ നന്നായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ സീരിയസ്നെസ് ടാസ്കിൽ കംപ്ലീറ്റ്ലി കാണിക്കുന്നുണ്ട്. അപ്പോൾ
50 ദിവസം കഴിയുമ്പോഴത്തേക്കും ആര്യന് ഉണ്ടായ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആര്യൻ തന്നെ അത് പോസിറ്റീവ് ആക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അതുപോലെ ആ ഒരു ഡിബേറ്റ് ടാസ്ക് ലൈവിൽ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കാത്തിരിക്കാം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ടാസ്ക് എല്ലാം കഴിഞ്ഞ്, ആ ബോട്ടിൽ ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബോട്ടിൽ ടാസ്കിൽ കണ്ട ആ ഒരു ആളിക്കത്തലൊന്നും തന്നെ അവരുടെ ആ ഒരു പേഴ്സണൽ ആ ഒരു സ്പേസിലേക്ക് അവർ എടുത്തിട്ടില്ല. ഇപ്പോഴും നാരങ്ങ മുതലാളി എന്നും ഓറഞ്ച് മുതലാളി എന്നും മാങ്ങ മുതലാളി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം അതിനെ ഒരു ഫണ്ണായിട്ടാണ് കാണുന്നത്. കാണുമ്പോൾ ആ ഒരു ടാസ്ക് കാണുമ്പോൾ ഓഹോ ഇനിയവന്മാർ പരസ്പരം മിണ്ടത്തില്ല, അനീഷും അനുമോളും ഒന്നും മിണ്ടത്തില്ല എന്ന് കരുതിയതാണ്. പക്ഷേ അതിനെക്കുറിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയും പോസിറ്റീവായിട്ട് തമാശകളൊക്കെ പറഞ്ഞ് ഫണ്ണായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് അവരിയ്ക്കുന്ന കാണുമ്പോൾ നമുക്കും ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ആ ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.